Hey everyone, welcome back to my YouTube channel. അപ്പോൾ കുറച്ചധികമായി നമ്മളൊരു ലോങ് വീഡിയോ അപ്ലോഡ് ചെയ്തിട്ട് ഇത് ഭയങ്കര വലിയൊരു വ്ളോഗൊന്നും അല്ല കേട്ടോ, ഒരു ചെറിയ എന്താ പറയുക ഒരു ഫുഡ് കഴിക്കാൻ പോകുന്ന ഒരു കുട്ടി വ്ളോഗ് കേട്ടോ. ഇതൊരു സൺഡേ ആണ്, ഉച്ചയായപ്പോൾ നല്ല മഴ. സോ വി തോട്ട് വിൽ ജസ്റ്റ് ഗോ ഔട്ട് ആൻഡ് ഹാവ് ലഞ്ച് ഫ്രം ഔട്ട്സൈഡ്. നമ്മൾ കാലിക്കറ്റ് ആയതുകൊണ്ട് ഫുഡിന് ഇഷ്ടം പോലെ ഓപ്ഷൻസ് ആട്ടോ, എങ്ങോട്ട് തിരിഞ്ഞാലും ഫുഡാണ്. അപ്പം ബിറ്റ് കൺഫ്യൂസ്ഡ് ആണ് എവിടെ പോയി കഴിക്കണമെന്ന്. ബിരിയാണി കഴിക്കണം എന്നാണ് വിചാരിക്കുന്നത്. ഫുഡ് കഴിക്കാൻ പോകുന്നേ നമുക്ക് എവിടെയാ പോകണ്ടേ? ബോംബെ. അല്ല, പാരഗണില് തിരക്കായതുകൊണ്ട് ആദ്യം നോക്കി നോക്കാം. പക്ഷെ തിരക്കായിരിക്കും, നോക്കാം. പാരഗണില് പറ്റുകയാണെങ്കിൽ പാരഗണില് പോവാ. ഞാൻ അവിടെ ഇറക്കി വിട്ടിട്ട് എന്താ അവസ്ഥ നോക്കിട്ട് എഴുതി വെക്ക്, രണ്ടാളെന്ന് പറയാം. അല്ല, അപ്പൊ വണ്ടി എവിടെയാ നിർത്തുക? വണ്ടി എവിടെ നിർത്തുക? അപ്പുറത്തെ പാർക്കിങ്ങിൽ. ആയിക്കോട്ടെ, നീ നോക്ക് എന്താ അവസ്ഥ. ഞാൻ നോക്കിട്ട് വിളിക്കാം. തിരക്കില്ലെങ്കിൽ പാർക്ക് ചെയ്ത് വന്നാൽ മതി, ഇല്ലെങ്കിൽ അപ്പുറത്തെ സൈഡിൽ നിന്ന് തന്നെ കൂട്ടിയാൽ മതി. അങ്ങനെ ഞങ്ങൾ പാരഗൺ ഫിക്സ് ചെയ്തു കേട്ടോ. ആദ്യം വിചാരിച്ചു പാരഗണിൽ ഭയങ്കര തിരക്കാണെങ്കിൽ വേണ്ട, നമുക്ക് വേറെ തിരക്കില്ലാത്ത ബോംബെയോ അവിടെ എവിടെയെങ്കിലും പോകാമെന്ന് വിചാരിച്ചു. പക്ഷേ ആ ഫ്ലൈ ഓവറിൻ്റെ സൈഡിൽ കൂടെ വന്നപ്പോൾ ഉണ്ടല്ലോ, എൻ്റെ ദൈവമേ, പാരഗണിന് ഒരു മണങ്ങ് വന്നു കേട്ടോ, ഒരു സോ ഡെലീഷ്യസ് ആൻഡ് യമ്മി സ്മെൽ. അപ്പോൾ പിന്നെ നമ്മൾ വിചാരിച്ചു എത്ര ഇരിക്കേണ്ടി വന്നാലും ഇവിടുന്ന് തന്നെ കഴിക്കാമെന്ന്. പാരഗൺ ഇവിടെ പിന്നെ നോൺ എ സിയും എ സിയും എപ്പോഴും തിരക്കായിരിക്കും. അപ്പോൾ നമ്മൾ എ സീൻ്റെ അവിടെ വന്നിട്ട് പേരും എത്ര ആൾക്കാരാന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഇത് വെയിറ്റിംഗ് ഏരിയ ആണ്. ഒരു ലോങ് മെനു അവിടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതുകൂടാണ്ട് ഇവിടെ അൺലിമിറ്റഡ് ആയിട്ടുണ്ടോ നല്ല ലൈം ജ്യൂസ് കിട്ടും, ഫ്രഷ് ലൈം. അത് നമുക്ക് എത്ര വേണമെങ്കിൽ അവിടെ നിന്ന് എടുത്ത് കുടിക്കാം. അതെനിക്കിത് ഭയങ്കര നല്ലതായിട്ട് തോന്നി കേട്ടോ. കാരണം എല്ലാവരും ടയേർഡായിട്ടൊക്കെ ആയിരിക്കും ഉണ്ടാവുക, അല്ലെങ്കിൽ കുറേ നേരം ഇരിക്കേണ്ടിയൊക്കെ വരും. അങ്ങനെ നമ്മൾ അകത്ത് കയറിയിട്ടുണ്ട്. ഈ വെയിറ്റിംഗ് ടൈമാണ് കേട്ടോ. ഞാൻ അധികം വെള്ളമൊന്നും കുടിക്കുന്നില്ല, വയറ് നിറഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ബാക്കിയുള്ളത് കഴിക്കാൻ പറ്റിയില്ലെങ്കിൽ ഒരു സിപ്പ് ആൾക്കാരെ ബോധിപ്പിക്കാൻ വേണ്ടി ജസ്റ്റ് 1 സിപ്പ് കുടിച്ചു, അത് മതി. അത് കഴിഞ്ഞ് ഇറ്റ്സ് എ ലോങ് വെയിറ്റ്. എന്താ ഫുഡ് ഓർഡർ ചെയ്തതെന്ന് വരുമ്പോൾ പറഞ്ഞു തരാം കേട്ടോ. അപ്പോൾ ഫുഡ് കഴിക്കാനുള്ള മെയിൻ ലക്ഷ്യത്തോടെ മാത്രം ഇറങ്ങിയതാണ് ഞങ്ങൾ പുറത്തേക്ക്. നമ്മൾ ആദ്യമേ പറഞ്ഞു വെച്ചിരുന്നു സൺഡേ ഉച്ചയ്ക്ക് നമുക്ക് പുറത്തുനിന്ന് കഴിക്കാം കേട്ടോ അത്. അപ്പം വെയിറ്റൊക്കെ കഴിഞ്ഞിട്ട് ഇതാ ഫുഡ് വന്നിട്ടുണ്ട്. ജിജു ഓർഡർ ചെയ്തേക്കുന്നത് ഹാഫ് CB ആണ്. ഞങ്ങൾ ഡ്രാഗൺ ചിക്കൻ ഓർഡർ ചെയ്തിട്ടുണ്ട്. ഞാൻ മൈ ഫേവറേറ്റ് ചിക്കൻ, ഞാൻ പെട്ടെന്ന് മറന്നുപോയി അതെന്താന്ന്, ചിക്കൻ ഫ്രൈഡ് റൈസ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ചിക്കൻ ഫ്രൈഡ് റൈസ്. അതിൻ്റെ കൂടെ നല്ല വിശപ്പും കൂടെ ആകുമ്പോഴത്തേക്ക് ആ ഒരു ഫുൾ പോർഷൻ ഞാൻ ഒറ്റയടിക്ക് ഇരുന്ന് കഴിക്കും കേട്ടോ. എവിടുത്തെ ചിക്കൻ ഫ്രൈഡ് റൈസ് ആണെങ്കിലും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ അതിൻ്റെ കൂടെ അത് പാരഗണത്തെ ആകുമ്പോൾ ഉണ്ടല്ലോ, ദാറ്റ് ഹിറ്റ്സ് ഡിഫറെൻറ്റ്. പാരഗണത്തെ ഭയങ്കര ആ ഡ്രാഗൺ ചിക്കനൊക്കെ ഉണ്ടല്ലോ, ഭയങ്കര ടേസ്റ്റ് ആയിരുന്നു, ഭയങ്കര യമ്മി ആയിരുന്നു. അതിൻ്റെ കൂടെ എനിക്ക് ആ ബിരിയാണീൻ്റെ കൂടെയുള്ള ആ ഒരു ചട്നിയും ഡേറ്റ്സിൻ്റെ പിക്കിളും ഒരു അടാറ് സാധനമായിരുന്നു കേട്ടോ, ഭയങ്കര രസമായിരുന്നു. അതിൻ്റെ കൂടെ നമ്മൾ ഡെസേർട്ടായിട്ട് ഇത് ഹണി കേക്കാണ്. ഹണി കേക്കിൻ്റെ ഒരു പീസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു, പക്ഷേ നമ്മൾ കഴിച്ചത് ലാസ്റ്റൊന്നും അല്ല കേട്ടോ, അതിൻ്റെ കൂടെ തന്നെ നമ്മൾ കഴിച്ചിട്ട് എനിക്ക് അത്ര കണ്ടത് ഇഷ്ടമായിട്ടില്ല. പക്ഷേ ദാറ്റ്സ് ഓക്കെ. ഒരു ഡെസേർട്ട് എന്ന നിലയ്ക്ക് നമ്മൾ ഒരൊറ്റ പീസേ വാങ്ങിയിട്ടുള്ളൂ, ബിക്കോസ് എനിക്ക് ഉറപ്പായിരുന്നു എനിക്കത് ഇഷ്ടപ്പെടത്തില്ല എന്ന്. അതുകൊണ്ട് നമ്മളൊരൊറ്റ പീസ് വാങ്ങിയിട്ട് ഐ ജസ്റ്റ് ടുക്ക് 2 സ്പൂൺ അത്ര എടുത്തുള്ളൂ, ബാക്കി 3 കഴിച്ചു. എന്തായാലും ഫുഡ് വാസ് സോ യമ്മി. അത് കഴിഞ്ഞിട്ട് നമ്മൾ ബിരിയാണിയൊക്കെ കഴിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ലൈം കുടിച്ചില്ലെങ്കിൽ എങ്ങനെയായാലും ശരിയാവുക. അതിൻ്റെ കൂടെ നമ്മളൊരു ലൈമും കൂടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അതുകൊണ്ട് ഞാനത് പറയാം, ഞാൻ ആ ഫുൾ ഫ്രൈഡ് റൈസ് കഴിച്ചു, അതിൻ്റെ കൂടെ 2-3 സ്പൂൺസ് ഓഫ് അതും കഴിച്ചു, പിന്നെ ലൈമും കൂടെ കുടിച്ചപ്പോഴത്തേക്കുണ്ടല്ലോ വയറ് സെറ്റായിരുന്നു. വേറെ ലെവൽ. അന്ന് രാത്രി ഒന്നും വേണ്ടാത്ത പോലെയായിരുന്നു കേട്ടോ. പിന്നെ എനിക്ക് തോന്നുന്നു പ്രൈസ് വൈസ് നോക്കുമ്പം ഓക്കെയാണ്, ഭയങ്കര അഫോർഡബിളാണെന്ന് പറയാനൊന്നുമില്ല. പക്ഷേ അതിനനുസരിച്ച് ടേസ്റ്റ് അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. എല്ലാം ആണെങ്കിലും ഒത്തൻറ്റിക് നല്ല ഫിഷ് മാംഗോ കറിയൊക്കെ ഉണ്ട് ഇവിടെ. ഫിഷ് മാംഗോ കറി വിത്ത് അപ്പം, അങ്ങനെ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട് കേട്ടോ. പുറത്ത് മെനുവിലുള്ള എല്ലാ സാധനങ്ങളും അവൈലബിൾ ആണെന്നാണ് അവിടെ ചോദിച്ചപ്പോൾ ആ ചേട്ടൻ പറഞ്ഞിട്ടുള്ളത്. സോ ഐ തിങ്ക് എല്ലാം ഉണ്ടെന്ന്. അപ്പോൾ നല്ലൊരു ഫുഡ് കഴിച്ച ഒരു ആശ്വാസത്തിൽ ഞങ്ങൾ മെല്ലെ ഇറങ്ങി. അയ്യോ, ജ്വൽസ് ഓഫ് ജോയിൻ്റെ മാലയാണേ, എല്ലാവരുടെയും ശ്രദ്ധയ്ക്ക്.
സൺഡേ ഒക്കെ അല്ലേ, നല്ല മഴയൊക്കെയാണ്, നല്ലൊരു ഫുഡും കഴിച്ചു. അപ്പോൾ പിന്നെ നമ്മൾ വിചാരിച്ചു എന്നാൽ ബീച്ച് വഴി പോവാൻ തിരിച്ചെന്ന്. നമ്മൾ താമസിക്കുന്ന നടക്കാമാണ് കേട്ടോ. സോ നമുക്ക് ഏത് വഴി വേണമെങ്കിലും തിരിച്ചു പോവാം. സോ വി തോട്ട് വിൽ ഗോ ത്രൂ ബീച്ച്. അപ്പം അവിടുത്തെ ആ ഒരു കാലാവസ്ഥയ്ക്ക് ബീച്ചിൽ എന്ത് ചേഞ്ചസ് ആണ് വന്നിരിക്കുന്നതെന്ന് അറിയാമല്ലോ, അതുകൊണ്ട് മാത്രമാണ് കേട്ടോ പോയത്. അത്യാവശ്യം നല്ല രീതിയിൽ കടലിൽ സൈഡിലേക്കൊക്കെ കയറിയിട്ടുണ്ടായിരുന്നു. പണ്ട് ഇത് കുറച്ചുകൂടെ ഉള്ളിലേക്കായിരുന്നു കേട്ടോ. അവിടെ കുട്ടികൾ ഫുട്ബോളൊക്കെ കളിക്കുന്ന സ്ഥലമായിരുന്നു കേട്ടോ. ഇതുണ്ടല്ലോ നമ്മുടെ ഈറ്റ്മോസ്ഫിയർ എന്ന് പറഞ്ഞിട്ട് ഒരു റെസ്റ്റോറൻറ്റിൻ്റെ സൈഡിലാണ്. ഞങ്ങൾക്ക് മഴ പെയ്യുമ്പം ഇവിടെ തിര എവിടം വരെ വരുമെന്ന് നമ്മൾ പോയി നോക്കും, ചുമ്മാ അതിൻ്റെ ആ വോൾസിൽ അടിക്കുന്നുണ്ടോയെന്നൊക്കെ. പക്ഷേ ഇപ്രാവശ്യം നോക്കിയപ്പോൾ അത് വല്ലാണ്ട് ഇതാ റോഡിൻ്റെ സൈഡ് വരെ കയറിയിട്ടുണ്ടായിരുന്നു. നമ്മൾ ജസ്റ്റ് റോട്ടിലാണ് വണ്ടി പാർക്ക് ചെയ്തേക്കുന്നത് കേട്ടോ പണ്ട്. പക്ഷേ തിര ഇവിടം വരെ എത്തിയിട്ടുണ്ടായിരുന്നു. കുറച്ച് നേരം അതൊക്കെ നോക്കി നമ്മൾ പിന്നെ നേരെ വീട്ടിലേക്ക് തിരിച്ചു. വീട്ടിലെത്തി. ഇതാണ് കേട്ടോ നമ്മുടെ കുട്ടി ഗാർഡൻ. വലുതായിട്ടൊന്നുമില്ല, അവിടെ ഇവിടെ സ്ഥലമില്ല വെക്കാൻ വേണ്ടിയിട്ട്. പൊളി ലഞ്ചായിരുന്നു കേട്ടോ. നമ്മൾ ആദ്യം ബോംബെ പോവാന്ന് വിചാരിച്ചു. പക്ഷേ പോകുന്ന വഴി പാരഗണിൽ തിരക്കുണ്ടോ ഇല്ലെങ്കിൽ പാരഗൺ കയറാമെന്നൊരു രീതിയിലാണ് പാരഗൺ നോക്കിയത്. പക്ഷേ പാരഗണിൽ പോയ ടൈമിൽ ഭയങ്കര ഒരു തിരക്ക് തോന്നിയില്ല. സോ ഈ തോട്ട് പാരഗണിൽ കഴിച്ചിട്ട് കുറേ ആയി. പാരഗണിൻ്റെ ഫുഡ് പറഞ്ഞു തരണ്ടല്ലോ. അപ്പം ഞങ്ങൾ പാരഗണിൽ കഴിച്ചു. അടിപൊളി ഫുഡാണ് കേട്ടോ. നമ്മൾ കോഴിക്കോടുകാർക്ക് പാരഗണിൻ്റെ ടേസ്റ്റ് പറഞ്ഞു തരേണ്ട ആവശ്യമില്ലല്ലോ. രാവിലെ തൊട്ട് നിർത്താണ്ട് മഴ ചെയ്യുന്നുണ്ട്, അതാണ് അവസ്ഥ. ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് കാണുമായിരിക്കും. ടാറ്റാ ബൈ. വെയിറ്റ്, ഞാൻ എൻ്റെ ഒരു ഇൻഡോർ പ്ലാന്റ് കാണിച്ചു തരാവേ. ദിസ് ഇസ് മൈ, ഞാൻ ഹോളിൽ വെച്ചിരിക്കുന്ന ഒരു പ്ലാന്റ് ആണ്. സി ഹൗ ബ്യൂട്ടിഫുൾ ഇസ് ദിസ്. അപ്പോൾ അത്രേ ഉള്ളൂ. ടാറ്റാ ബൈ.